السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്തുൽ അംബിയായിലെ 59 മുതലുള്ള വചനങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا من فعل هذا بآلهتنا إنه لمن الظالمين. قالوا سمعنا فتى يذكرهم يقال له إبراهيم. قالوا فأتوا به على أعين الناس لعلهم يشهدون. قالوا أأنت فعلت هذا بآلهتنا يا إبراهيم. قال بل فعله كبيرهم هذا فاسألوهم إن كانوا ينطقون. بسم الله الرحمن الرحيم. قالوا من فعل هذا بآلهتنا إنه لمن الظالمين. قالوا سمعنا فتى يذكرهم يقال له إبراهيم. قالوا فأتوا به على أعين الناس لعلهم يشهدون. قالوا أأنت فعلت هذا بآلهتنا يا إبراهيم. قال بل فعله كبيرهم هذا فاسألوهم إن كانوا ينطقون. ഇപ്പോൾ കഴിഞ്ഞ ആയത്തുകളിൽ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചരിത്രമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അദ്ദേഹം അവിടെയുള്ള ആളുകളുടെ ബഹുദൈവ ആരാധനയുടെ മൗഢ്യതയെ ബോധ്യപ്പെടുത്തുവാനായി അദ്ദേഹം നടത്തിയ പ്രബോധന പ്രവർത്തനങ്ങൾ, അവയുടെ ആരാധ്യന്മാർ ഒന്നിനും കഴിവുള്ളവരല്ല എന്ന് ബോധ്യപ്പെടുത്താനായി ചെയ്ത ചില ചെയ്തികൾ എന്നിവയാണ് കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞത്. അദ്ദേഹം ആ വിഷയത്തിൽ ഞാനിത് തന്ത്രം പ്രയോഗിക്കുമെന്ന് പറയുകയും അങ്ങനെ അവരൊക്കെ പോയതിന് ശേഷം അവരുടെ ആ ആരാധ്യ വസ്തുക്കളെയെല്ലാം
അദ്ദേഹം കഷ്ണം കഷ്ണമാക്കി വെക്കുകയും ഏറ്റവും വലിയതിനെ മാത്രം ഒഴിവാക്കിയിടുകയും ചെയ്തത് പറഞ്ഞു. ഫജഅലഹും ജുദാദൻ ഇല്ലാ കബീറൻ ലഹും, വലിയതൊഴിച്ച് ബാക്കി എല്ലാത്തിനെയും അദ്ദേഹം കഷ്ണം കഷ്ണമാക്കി. ലഅല്ലഹും ഇലൈഹി യർജിഊൻ, അവർ അതിലേക്ക് തിരിച്ചു വന്നേക്കാം എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം അത് ചെയ്തത്. അങ്ങനെ പ്രതീക്ഷ പോലെ തന്നെ അവർ ഉത്സവമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോൾ തങ്ങളുടെ ആരാധ്യ വസ്തുക്കളെല്ലാം തകർത്ത് തരിപ്പണമാക്കപ്പെട്ടതാണ് കണ്ടത്. അപ്പോൾ അവൾ ചോദിക്കുന്ന ചോദ്യവും ഇബ്രാഹിം നബിയുടെ മറുപടിയുമൊക്കെയാണ് ഇനിയുള്ള നമ്മളിപ്പോൾ ഓതിയ ഈ വചനങ്ങളും ശേഷമുള്ള ചില വചനങ്ങളുമൊക്കെ. ഖാലൂ മൻ ഫഅല ഹാദാ ബിആലിഹതിനാ ഇന്നഹു ലമിനൽ ളാലിമീൻ. ഖാലൂ, അവർ പറഞ്ഞു, അവർ ചോദിച്ചു, മൻ ഫഅല ഹാദാ, ആരാണിത് ചെയ്തത്? മൻ ഫഅല, ആരാണ് ചെയ്തത്? ഹാദാ, ഇത്, ഈ പണി ആരാണ് ചെയ്തത്? ബിആലിഹതിനാ, നമ്മുടെ ഇലാഹുകളെ കൊണ്ട് ഈ ഒരു പണി ആരാണ് ചെയ്തത്? ഇന്നഹു ലമിനൽ ളാലിമീൻ, ആരാണെങ്കിലും ഇന്നഹു, തീർച്ചയായും അവൻ, ലമിനൽ ളാലിമീൻ, ളാലിമീങ്ങളിൽപ്പെട്ടവൻ തന്നെയാകുന്നു. വല്ലാത്ത ദുൽമാണ് അവൻ ചെയ്തത്. ആരാണ് ഈ പണി ചെയ്തത് എന്ന് അവർ പരസ്പരമുള്ള ചർച്ചയാണ് അർത്ഥം. തിരിച്ചു വന്ന് ഈ ഒരു ദയനീയമായ രംഗം കാണുമ്പോൾ അവർക്ക് സഹിക്കാൻ കഴിയില്ല. അങ്ങനെ അവർ പരസ്പരം പറഞ്ഞ ആ മറുപടിയാണ്, ആരാണ് നമ്മുടെ ഇലാഹുകളെ ഈ രൂപത്തിലൊക്കെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത്? ആ ചെയ്തവൻ ളാലിം തന്നെയാണ്, അക്രമികളിൽപ്പെട്ടവൻ തന്നെയാകുന്നു എന്ന് അവർ പറഞ്ഞു. ഖാലു, അവർ പറഞ്ഞു, സമിഅനാ ഫതൻ, സമിഅനാ, നമ്മൾ കേട്ടിട്ടുണ്ട്, ഫതൻ, ഒരു ചെറുപ്പക്കാരനെ, യദ്കുറുഹും, ഈ ഇലാഹുകളെ കുറിച്ച് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ നാം കേട്ടിട്ടുണ്ട്. യുഖാലുഹു ഇബ്രാഹിം, ഇബ്രാഹിം എന്നാകുന്ന അവൻ്റെ പേര്. ഇബ്രാഹിം എന്ന പേരുള്ള ചെറുപ്പക്കാരൻ ഇവയെക്കുറിച്ച് ആക്ഷേപിച്ച് പറയുന്നത്, ഇവയെക്കുറിച്ച് വിമർശിച്ച് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് അവർ തന്നെ പ്രതികരണമായി അവർക്കിടയിൽ നിന്ന് വരികയും ചെയ്യുന്നു. അഥവാ ഇതൊക്കെ വിമർശിക്കുന്ന, ശരീരെന്ന് പറയുന്ന, ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കുമെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പറ്റി കേട്ടിട്ടുണ്ട്. ഇബ്രാഹിം എന്നാണ് അവൻ്റെ പേര്, അഥവാ അവനാവാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. വേറെ ആരും ചെയ്യാൻ സാധ്യതയില്ല. ബാക്കി എല്ലാവരും ഇതിനെ ആരാധിക്കുന്നവരും അതിനെ ബഹുമാനിക്കുന്നവരും ഒക്കെയാണ്. ഈ ഇലാഹുകളൊന്നും ഇലാഹുകളല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും അതിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു ചെറുപ്പക്കാരൻ ഈ നാട്ടിലുണ്ടല്ലോ, ഇബ്രാഹിം എന്ന പേരുള്ള ഒരാള്, അവനായിരിക്കും. കാരണം അവൻ ഇതിനെപ്പറ്റി ഇങ്ങനെ പറയുന്നതൊക്കെ കേൾക്കാറുണ്ട് എന്ന് അവർ മറ്റു ചില ആളുകൾ പ്രതികരിക്കുകയും ചെയ്യുന്നു. ഖാലു ഫഅ്തു ബിഹി അലാ അഅ്യുനിൻ നാസ് ലഅല്ലഹും യശ്ഹദൂൻ, എങ്കിൽ ഖാലു, അവർ പറഞ്ഞു, ഫഅ്തു ബിഹി, എങ്കിൽ അവനെ കൊണ്ടുവരൂ. ഫഅ്തു, നിങ്ങൾ കൊണ്ടുവരൂ, ബിഹി, അവനെ, ആ ഇബ്രാഹിമിനെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. അലാ അഅ്യുനിൻ നാസ്, ജനങ്ങളുടെ മുമ്പിലേക്ക് അവനെ കൊണ്ടുവരാം. അവനെ ഒറ്റക്ക് വിളിച്ചിട്ടൊന്നും ചോദിക്കേണ്ടതല്ല. അത്രയും വലിയ ദുൽമാണ് അവൻ ചെയ്തത്. അതുകൊണ്ട് അവനെ സ്വകാര്യമായി കൈകാര്യം ചെയ്താൽ പോരാ, ഓനെ പരസ്യമായി തന്നെ പിടികൂടി നമുക്ക് ചോദ്യം ചെയ്യണം. ഫഅ്തു ബിഹി അലാ അഅ്യുനിൻ നാസ്, അവനെ ആളുകളുടെ കണ്ണിലേക്ക്, ആളുകളുടെ കൺമുമ്പിലേക്ക് അവനെ കൊണ്ടുവരൂ. അലാ അഅ്യുനിൻ നാസ്, അയ്നുൻ ജമ്മാണ് അഅ്യുൻ, അറിയാലോ. അഅ്യുനിൻ നാസ്, ജനങ്ങളുടെ കണ്ണുകളിൽ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കാണുമാറ് അവനെ കൊണ്ടുവരണം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാ, അലാ റൂസിൽ അശ്ഹാദി ഫിൽ മലഇൽ അക്ബരി ബിഹദ്റത്തിൻ നാസി കുല്ലിഹിം, എല്ലാവരും സംഗമിക്കുന്ന ഒരു പൊതുവേദിയിൽ വലിയ വലിയ പ്രമാണിമാരെല്ലാം ഉള്ള ഒരു സ്ഥലത്ത് എല്ലാ സാക്ഷികളെയും മുമ്പാകെ അവനെ ഹാജരാക്കണം. അവനെ എല്ലാവരും അറിയട്ടെ. അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ നമ്മളെ ഇലാഹുകളെ ഇങ്ങനെ ചെയ്യാൻ മാത്രമൊക്കെ ഒരു ധിക്കാരമുള്ള ഒരുത്തൻ, അങ്ങനെ ഒരുത്തനുണ്ടെങ്കിൽ അവനെ മാതൃകാപരമായി തന്നെ കൈകാര്യം ചെയ്യണം. അതുകൊണ്ട് എല്ലാവരും ഉള്ളിടത്ത് പരസ്യമായി തന്നെ കൊണ്ടുവന്ന് നാട്ടിലെ കാരണന്മാരും വലിയ വലിയ ആളുകളും എല്ലാവരും ഉണ്ടാകട്ടെ. അങ്ങനെ എല്ലാവരും സാക്ഷിയാകെ അവനൊന്നിവിടെ നമുക്ക് ഹാജരാക്കണം എന്ന് അവർ പറഞ്ഞു. ഫഅ്തു ബിഹി
അലാ അഅ്യുനിന്നാസ് ലഅല്ലഹും യശ്ഹദൂൻ. ലഅല്ലഹും അവരെല്ലാവരും ആവട്ടെ യശ്ഹദൂൻ ഇതിന് സാക്ഷ്യം വഹിക്കട്ടെ. അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നമുക്കവനെ ചോദ്യം ചെയ്യാം. അങ്ങനെ ഇബ്രാഹിം നബിയെ കൊണ്ടുവരികയാണ്. എല്ലാവരും കൂടുന്ന അവിടുത്തെ ഒരു വലിയ ജനറൽ ബോഡി, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ അവിടുത്തെ മൊത്തത്തിൽ ഒരു ജനകീയ സദസ്സുണ്ടാക്കിയിട്ട് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അവിടെ വെച്ച് ഇബ്രാഹിം നബിയെ ചോദ്യം ചെയ്യുകയാണെന്നാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നത്. ഇബ്രാഹിം നബിയുടെ ഉദ്ദേശം അത് തന്നെയായിരുന്നുമാണ്. കാരണം അത്രയും ആൾ കൂടുമ്പോൾ അവിടെ ഒന്നും കൂടി ദൈവത്തോട് തമ്മിൽ അവസരമാണല്ലോ. എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ അവിടെ ശരിക്കും അവരെ ബോധ്യപ്പെടുത്താൻ പറ്റും. ആരെങ്കിലും ഒരാൾക്ക് മനസ്സിലായിക്കൂടായി കഴിഞ്ഞാൽ മറ്റു സ്വകാര്യത്തിൽ വിളിച്ചിട്ട് നാലും പൊട്ടിച്ച് വിട്ടാൽ അതേമ കഴിഞ്ഞു. അപ്പം എല്ലാവരും മുമ്പേ ഹാജരാക്കിയിട്ട് ഇത് നീ ചെയ്തോ ചോദിക്കുമ്പോൾ അവിടെ ചില സംഗതികൾ അവരെ ബോധ്യപ്പെടുത്താനുണ്ട്. അദ്ദേഹം കാത്തുന്നതും അത് തന്നെയാണ്. ഇബ്രാഹിം നബിയുടെ ലക്ഷ്യവും ഇത് തന്നെയായിരുന്നു. കാരണം എന്താ, സ്വന്തത്തിനെതിരെ വരുന്ന ഒരു ദോഷത്തെ തടുക്കാൻ കഴിയാത്ത ഇവയെ ഇലാഹായി സ്വീകരിക്കുന്നതിന്റെ മൗഢ്യത, ബുദ്ധിയില്ലായ്മ അത്ര വലിയ സദസ്സിൽ വെച്ച് ബോധ്യപ്പെടുത്താൻ ഒരു അവസരം കിട്ടുക എന്ന് തന്നെയാണ് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചതും. സ്വന്തം കാര്യത്തിൽ ഉപകാരം ചെയ്യാനോ ഉപദ്രവം തടുക്കാനോ കഴിയാത്ത ഒന്നിനോട് പിന്നെ എങ്ങനെയാണ് അവർക്കെതിരെ വരുന്ന ഉപകാരത്തെയും ഉപദ്രവത്തെയും ഒക്കെ അവർ ആവശ്യപ്പെടുക? ഒരെന്തിനാ ഇലാഹാക്കി വെച്ചത്? തങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതൊക്കെ ചോദിക്കാൻ, തങ്ങൾക്ക് വരുന്ന ഷർറുകളെ തടുക്കാൻ ഇവയെ കൊണ്ട് പറ്റുന്നതാണ്. എന്നാൽ അവയ്ക്കെതിരെ വന്ന ഷർറിനെ തടുക്കാൻ പറ്റിയില്ല. അങ്ങനത്തെ ഒന്നിനെ മുമ്പിൽ പോയിട്ടാണ് അവർ ഞങ്ങളെ കാക്കണേ, ഞങ്ങളെ പ്രശ്നം തീർക്കണേ എന്ന് പറയുന്നത്. ഇത് മൗഢ്യമാണ്, ഇത് ബുദ്ധിയില്ലായ്മയാണ്. ഈ ഒരു ബുദ്ധിയില്ലായ്മയെ ഈ ആളുകൾക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്താൻ അവസരം കിട്ടുമല്ലോ. അതാണ് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷിച്ചതും. അങ്ങനെ അവിടെ ഇബ്രാഹിം നബിയെ പിടികൂടി അവിടെ കൊണ്ടുവന്നു. പറഞ്ഞ പോലെ എല്ലാവരും കൂടി ഒരു വലിയ സദസ്സ് സംഘടിപ്പിച്ച് ആ മഹാസദസ്സ് വെച്ച് ഇബ്രാഹിം നബിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഖാലു അഅൻത ഫഅൽത ഹാദാ ബിആലിഹതിനാ യാ ഇബ്രാഹിം. ഖാലു അവർ ചോദിച്ചു, അഅൻത ഫഅൽത നീയാണോ ചെയ്തത്? അഅൻത നീയാണോ, അൻത നീ, അഅൻത നീയാണോ, ഫഅൽത നീ ചെയ്തതാണോ, ഹാദാ ഇത്, ബിആലിഹതിനാ ഞങ്ങളുടെ ഇലാഹുകളെ കൊണ്ട് ഈ ഒരു പണി ചെയ്തത് നീയാണോ, യാ ഇബ്രാഹിം അല്ലയോ ഇബ്രാഹിം? കണ്ടോ, ഞങ്ങൾ ദൈവങ്ങളൊക്കെ ആകെ തകർന്ന തരിപ്പണമായി എല്ലാം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നീയാണോ ഇബ്രാഹിം ഈ ഇലാഹുകളെ ഈ രൂപത്തിൽ ചെയ്തത്? ഖാല അപ്പൊ അദ്ദേഹത്തിന്റെ പ്രതികരണം, ബൽ ഫഅലഹു കബീറുഹും ഹാദാ. ബൽ അല്ല, ഫഅലഹു അത് ചെയ്തത് കബീറുഹും അവരെ കൂട്ടത്തിൽ ഈ വലിയവനായിരിക്കാൻ സാധ്യതയുണ്ട്. ഹാദാ ഈ നിൽക്കുന്ന വലിയവൻ അവൻ ചെയ്താവാനാണ് സാധ്യത. കാരണം വലിയവനൊന്നും ചെയ്തിട്ടില്ലല്ലോ, വലിയവനോട് നിർത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെയാണ് ശരിയാക്കി വിട്ടത്. അപ്പൊ ഈ വലിയവനാവാനാണ് സാധ്യത. ബൽ ഫഅലഹു കബീറുഹും ഹാദാ അവരെ കൂട്ടത്തിലെ ഈ വലിയവൻ അതായിരിക്കാം ഒരു പക്ഷേ ഈ ചെയ്തത്. അതുകൊണ്ട് ഫസ്അലൂഹും നിങ്ങൾ അവരോട് തന്നെ ചോദിച്ചു നോക്കുക. എന്നോട് ചോദിക്കണ്ട, അവരോട് ചോദിച്ചു നോക്കി, ആരാ ചെയ്തു ചോദിച്ചു നോക്കി. എന്നാൽ ഒരു പക്ഷേ കിട്ടിയേക്കാം. ഇൻകാനു യന്തിഖൂൻ, ഇൻകാനു അവരാണെങ്കിൽ, യന്തിഖൂൻ സംസാരിക്കുമെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കി. ഇലാഹല്ലേ, നിങ്ങൾ ദൈവമാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ അതിനോട് ചോദിച്ചു നോക്കൂ. സംസാരിക്കുമെങ്കിൽ ഒരു പക്ഷേ പറഞ്ഞേക്കാം എന്ന് അദ്ദേഹം അവരെ ബോധ്യപ്പെടുത്തലാണ് ഉദ്ദേശം. അതാണ് ഇന്നമാ അറാദ ബിഹാദാ അൻ യുബാദിറു മിൻ തിൽഖാഇ അൻഫുസിഹിം. അദ്ദേഹം ഇത് പറയാൻ കാരണം സ്വാഭാവികം ഇത് പറഞ്ഞാൽ ഓരും ഇങ്ങോട്ട് പറയുമല്ലോ, അതിനോട് ചോദിച്ചിട്ട് കാര്യമില്ല, അതിനോട് പറഞ്ഞിട്ട് കേൾക്കൂല, അതിന് മിണ്ടാൻ കഴിയില്ല എന്ന് അവർ സ്വാഭാവികങ്ങൾ പറയും. അത് പറയുമ്പോൾ തിരിച്ചു ചോദിക്കാം, പിന്നെന്താ ഞങ്ങൾ അതിനോട് പോയി ബാക്കിയെല്ലാം പോയി ചോദിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവിടെ പോയി ചോദിക്കുന്നുണ്ട്. അതെല്ലാം പറയാനും തരാനും കഴിയുന്ന ഒരാൾക്ക് പിന്നെ ഇക്കാര്യം പറയാൻ കഴിയാന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ എന്നവരെ ബോധ്യപ്പെടുത്തണം. അതാണ് അവർ തന്നെ ഇങ്ങോട്ട് പറയണം. അയ്യുബാദിറു മിൻ തിൽഖാഇ അൻഫുസിഹിം
അവർ തന്നെ ഇങ്ങോട്ട് പറയണം ഫയഅ്തരിഫു അന്നഹും ലാ യൻതിഖൂൻ, അവയൊന്നും സംസാരിക്കുകയില്ല എന്ന് അവർ തന്നെ സമ്മതിക്കണം. ഫഇന്ന ഹാദാ ലാ യസ്റു അൻ ഹാദാ സ്വനമി ലഅന്നഹു ജമാദ്, ജീവനില്ലാത്ത ഈ പ്രതിമകൾ, വിഗ്രഹങ്ങൾ ഇവയൊന്നും സംസാരിക്കുകയില്ല, അവയൊന്നും ഈ പണി ചെയ്യുകയില്ല, അതിന് ചെയ്യാൻ കഴിയുകയില്ല എന്ന് അവർ തന്നെ ഇങ്ങോട്ട് സമ്മതിക്കണം. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ബൽ ഫഅലഹു കബീറുഹും ഹാദാ എന്ന് പറഞ്ഞത്. അത് ഒരർത്ഥത്തിൽ ഒരു ശരിയല്ല, എന്നാലും അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ഉദ്ദേശിച്ചത്. അല്ലാതെ ഇത് ചെയ്തു എന്ന അർത്ഥത്തിലല്ല, ഒരു കളവില്ല, ഇത് ചെയ്തു എന്ന് പറയല്ല. അവരെ ചിന്തിപ്പിക്കാൻ വേണ്ടി, അവരുടെ വാദപ്രകാരം അവർ പറഞ്ഞ വിശ്വാസം ശരിയാണെങ്കിൽ എന്ന നിലക്ക് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, ചിന്തിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യമാണ് അത്. അതാണ് ബൽ ഫഅലഹു കബീറുഹും ഹാദാ, അത് ചെയ്തത് ഇവരെ കൂട്ടത്തിൽ ഈ വലിയവനായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ഫസ്അലൂഹും, നിങ്ങൾ അവരോട് തന്നെ ചോദിക്കുക, ഇൻ കാനൂ യൻതിഖൂൻ, അവർ സംസാരിക്കുന്നവരാണെങ്കിൽ, ഇൻ കാനൂ ഈ വിഗ്രഹങ്ങളൊക്കെ ആണെങ്കിൽ, യൻതിഖൂന നതഖ യൻതിഖു സംസാരിക്കുക, ഇവക്കൊക്കെ സംസാരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായും തിരിച്ച് അതേ മറുപടി പറഞ്ഞു. അപ്പൊ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, എന്നാ പിന്നെ എന്തിനാ നിങ്ങൾ അതിനോട് തേടാൻ പോണത്? മിണ്ടാൻ പറ്റൂലെങ്കിൽ, പറയാൻ കഴിയില്ലെങ്കിൽ, ഇതൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തെ എല്ലാ പ്രശ്നങ്ങളും അവ തീർത്തു തരും എന്ന് പറയാൻ മാത്രം എന്താണിപ്പോ നിങ്ങൾക്കുള്ളത് എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്താണ് ഇനിയുള്ള വചനങ്ങൾ. അപ്പൊ ഏത് ഇലാഹിനെ ഇലാഹായി സ്വീകരിച്ചാലും അവയൊന്നും യഥാർത്ഥത്തിൽ ഇലാഹല്ല. സ്വന്തത്തിനെതിരെ വരുന്ന ദോഷങ്ങളെപ്പോഴും തടയാൻ കഴിയാത്ത അത്ര ദുർബലന്മാരും അശക്തരുമാണ് ഏത് സൃഷ്ടിയും. പക്ഷെ അത്തരം സൃഷ്ടികളെ സട്ടാവിന്റെ സ്ഥാനത്ത് കൊണ്ടുവന്ന് അവരോധിച്ചുകൊണ്ടാണ് അള്ളാഹു അല്ലാത്ത ആരോട് പ്രാർത്ഥിച്ചാലും, അമ്പിയാക്കളാവട്ടെ, ഔലിയാക്കളാവട്ടെ, ഇനി അല്ലാത്ത മറ്റു സൃഷ്ടികളാവട്ടെ, ഏത് സൃഷ്ടിയാണെങ്കിലും അവരോടൊക്കെ പ്രാർത്ഥിക്കുന്നവർ, അതിനെ ആരാധിക്കുന്നവർ ചെയ്യുന്നത് ഇത്രയും മൗഢ്യമായ ഒരു പണിയാകുന്നു എന്നാണ് ഇമാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അല്ലാഹു അഅലം. പിന്നെ സി എം മടവിനെ കുറിച്ച് പറയുന്നുണ്ട്, എല്ലാം ചെയ്യാൻ പറ്റുന്ന ആളും മൂപ്പര് രാത്രി കിടക്കുമ്പോൾ കൊതുകുലിട്ടാ കിടക്കുകയെന്ന് നമ്മൾ ഹുസൈൻ വൈസി കൊണ്ട് പറയുന്നുണ്ട്. മൂപ്പരെ കാണാൻ പോയപ്പോൾ ചോദിച്ചത്, സി എം മടവിനെ കാണാൻ വേണ്ടി പോയി, വലിയ തെങ്ങുമ്പോൾ ചെല്ലുണ്ടായിട്ട് മടവിനെ കാണാൻ പോയി എന്നാണ്. അപ്പൊ ചെന്നപ്പോൾ മൂപ്പര് കൊതുടിച്ചിട്ട് വലട്ട് കിടക്കുകയാണ്. അപ്പൊ എന്താ അവിടെ പോയിക്കാണ്ടാണ് ഇവിടെ തെങ്ങുമ്പോൾ ചെല്ലുണ്ടെന്ന് പറയുന്നത്. ഇതാണ് മനുഷ്യന്മാരെ അവസ്ഥ. സ്വന്തത്തിനെതിരെ വരുന്ന കാര്യങ്ങളെപ്പോഴും തടുക്കാൻ കഴിയാത്തവനോട് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യത്തിൻ്റെയും ഗുണദോഷങ്ങളെ ആവശ്യപ്പെടുന്ന മൗഢ്യമായ പണിയാണ് മനുഷ്യരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വല്ലാഹു അഅലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قالوا من فعل هذا بآلهتنا إنه لمن الظالمين. قالوا سمعنا فتى يذكرهم يقال له إبراهيم. قالوا فأتوا به على أعين الناس لعلهم يشهدون. قالوا أأنت فعلت هذا بآلهتنا يا إبراهيم. قال بل فعله كبيرهم هذا فاسألوهم إن كانوا ينطقون. سبحانك اللهم وبحمدك. السلام عليكم.